എന്തൊരു തമാശ. അച്ചായോ, അച്ചായോ, ഈ മനുഷ്യനെ വിളിച്ചാവിട്ട് വിളിയും കേക്കത്തില്ല. അച്ചായോ, എന്റെ ബൈബിളും കണ്ണാടിയും കണ്ടോ? ഈ വീട്ടിലൊരു സാധനം വെച്ചാ കാണത്തില്ല. നടുവും വയ്യ, നട്ടയും വയ്യ. അച്ചായോ, ബൈബിളും എന്റെ കണ്ണാടിയും കണ്ടോ? കഴിഞ്ഞ ആഴ്ച ആരാധനയ്ക്ക് പോയിട്ട് എങ്ങോട്ടാണോ കൊണ്ട് വെച്ചത്? ഒരു പിടുത്തവും ഇല്ല. അച്ചായോ, ആഹാ, ഈ മനുഷ്യൻ ഇവിടെ ഇരിക്കുവാണോ? അച്ചായ, അച്ചായോ, അയലോക്കാർ വരുമല്ലോ ഇപ്പം. ആഹാ, അത് നല്ല കാര്യം. ഞാൻ ഇന്നലെ പറഞ്ഞതൊക്കെ മറന്നുപോയോ? ഇന്ന് ഞാൻ ആരാധനയ്ക്ക് നമുക്ക് ഒന്നിച്ചു പോകാന്ന് പറഞ്ഞതല്ലേ? അവിടോട്ട് പോയിട്ട് എന്നാ ചെയ്യാനാ? രാവിലെ ഒരു ചായ ചോദിച്ചിട്ട് ചായ കിട്ടാനും. എന്റെ പൊന്നച്ചായ, ഇപ്പൊ തന്നെ 9 മണിയായി. ഒന്നാമത് പാസ്റ്ററിനെ കുറിച്ച് അപ്പടി കംപ്ലൈന്റാ. എന്നല്ല അമ്മാമ ലേറ്റാ പറയുന്നത്. എന്നും അവിടെ പോയിട്ട് എന്തോ ചെയ്യാനാ? ഈ കേട്ടത് തന്നെയല്ലോ എന്നും കേൾക്കുന്നത്. ഞാന് അവിടെ പോയി, ഞാൻ ആദ്യം ഫ്രണ്ടിലായിരുന്നു. ഈ സൗണ്ട് കാരണം, ഒച്ചയും നിലവിളിയും ബഹളവും കാരണം ഞാൻ ബാക്കിൽ പോയിരുന്നു. ഈ പാടുന്നവരൊക്കെ എന്തിനാന്നാ ഇങ്ങനെ വലിച്ചു കീറി തൊണ്ട പൊട്ടി പാടുന്നത്? ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കൂലേ? പൊന്നച്ചായ, അവരുടെ വിഷമം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഈ ഫ്രണ്ടിൽ പോയിരുന്ന് ഇങ്ങനെ ഇരുന്നോണ്ട് കണ്ണും തുറന്നു പിടിച്ച് ഉറങ്ങിയാ പിന്നെ അവർക്ക് ഒച്ച വെച്ചല്ലേ പറ്റത്തുള്ളൂ. ചായ ചോദിച്ചിട്ട് ഇതുവരെ തരാൻ അവർക്ക് സമയമില്ല. പ്രാർത്ഥനയ്ക്ക് പോകും. എന്റെ പൊന്നച്ചായ, ഈ ചായയുടെ കാര്യം പറഞ്ഞപ്പോഴത്തെ പാസ്റ്റർ പ്രത്യേകം പറഞ്ഞേക്കാം, ഇന്നും കൂടെ ഞാൻ ലേറ്റ് ആയ ന്യൂ ഇയറിന് എനിക്ക് ലേറ്റ് കമർ അവാർഡ് തരുമെന്ന്. അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല. എന്തോന്നാ ഇത്? തോണ്ടി നേരം വെളുക്കുമ്പോ ഈ തോണ്ടല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, പാസ്റ്റർ ആണെങ്കിലും വിളിച്ച് ഞാൻ കള്ളം പറഞ്ഞു മടുത്തു. ഇനിയും വിളിക്കുമ്പോ പറഞ്ഞോണം, ഞാൻ എടുക്കത്തില്ല കേട്ടോ. ഇത് വല്ലതും കേൾക്കുന്നുണ്ടോ ഈ മനുഷ്യൻ? ഒരവസ്ഥയാണ്. രാവിലെ ഒന്ന് ആരാധനയ്ക്ക് പോയാൽ ഇത് അവസ്ഥ. ഇങ്ങനെ വിളിച്ചാൽ മതി. പാസ്റ്റർ വിളിക്കുന്ന നീ പറഞ്ഞേര്, എനിക്ക് ഒരുപാട് ഫോൺ കോൾ ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇല്ലെന്നങ്ങ് പറഞ്ഞേ, മനസ്സിലായി? ഞാൻ എന്തായാലും ഞാൻ എടുക്കത്തില്ല പാസ്റ്ററിനെ. ഞാൻ കള്ളം പറഞ്ഞു മടുത്തു. പാസ്റ്ററിനെ ചുമ്മാ വിളിച്ചാ പോരെ? പാസ്റ്ററിന് ഇതുപോലെ അറിയാം. വിളിക്കുന്നു, ആരാ വിളിക്കുന്നു? എടുക്ക്. ദൈവമേ, തീർന്നു. എടുക്ക്. ഞങ്ങളിപ്പോ പാസ്റ്ററിന്റെ കാര്യം കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എന്താന്നോ പാസ്റ്ററിന്റെ ഈ കുറിച്ച് ഞങ്ങൾ സംസാരിക്കുവായിരുന്നു. എന്തോ ഒരു കുറുക്ക് കൊള്ളുന്ന കാര്യങ്ങളാ പാസ്റ്റർ പറയുന്നത്. എന്തോ ഏതാഴ്ചത്തെ ഏത് വചനമാണ്? എനിക്കറിയില്ല. തട്ടിവിട്. പാസ്റ്ററെ, അങ്ങനെ പ്രത്യേകിച്ച് വചനം പാസ്റ്റർ എന്നും പ്രസംഗിക്കുന്നത് എത്ര നല്ല കുറിവാക്യങ്ങളും അത് ഇങ്ങനെ അമ്പ് പോകുന്ന പോലല്ലേ പോകുന്നത്? കറക്റ്റ് കുറിക്കൊള്ളുന്ന പോലല്ലേ പോകുന്നത്? മനസ്സിലായി? അപ്പം അവളും പിള്ളേരും കൂടെ വരുന്നുണ്ട് പാസ്റ്ററെ. പിന്നെ എനിക്ക് എന്തുവാന്നറിയത്തില്ല, നടുവ് പ്രയാസം, ഒരു പിടുത്തം. അതോ പിന്നെ ഒരു തലവേദന. എനിക്ക് തന്നെ കൺഫ്യൂഷൻ, നടുവാണോ തലവേദനയാണോ എന്ന് വരാൻ കേട്ടോ. ഓക്കെ പാസ്റ്ററെ, ചെന്ന് കഴിഞ്ഞാൽ ഉടനെ അച്ചായന് വരാൻ പറ്റത്തില്ല. നവീനോടൊന്ന് പറയണേ. കേട്ടോ? എന്നാ ശരി. ഓക്കെ. അച്ചായോ, ഇത് എന്തൊരു കള്ളം പറച്ചിലാ? ഞാനൊരു കാര്യം പറയാം, ഈ പാസ്റ്ററിനോട് കള്ളം പറയാം. മേലെ ഇരുന്നത് ദൈവം ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ.
ഈ രാവിലെ തൊട്ട് തോണ്ടി 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 എനിക്ക് തോന്നുന്ന കൈയുടെ തൊലി ഉണ്ടെന്ന് തോന്നില്ല. എന്നാലും തോണ്ടലോട് തോണ്ടല. നിങ്ങക്ക് കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയമില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല. എന്നോട് ഇതെല്ലാം അവിടെ നിന്ന് ഇതെല്ലാം യൂട്യൂബില് നമുക്ക് കിട്ടും. ഈ പാസ്റ്ററുടെ മെസ്സേജും ഈ ഓരോന്നൊക്കെ ഈ യൂട്യൂബിനകത്ത് ഈ ആൾക്കാരെടുത്ത കമന്റ്സ് ഒക്കെ കാണാൻ വയ്യായി. ഇതെല്ലാം യൂട്യൂബിൽ കിട്ടും. നമുക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും മതി. നിങ്ങൾ ഞാൻ പറയുന്നത് ഇങ്ങോട്ട് വെക്കും. തോണ്ടിയാ അന്ന് രാവിലെ ഈ വീട്ടിൽ അഴക്കാം. രാവിലെ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ സമയമുണ്ടോ? എന്റെ മുഖത്തൊന്ന് നോക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടോ? കൊച്ചിനോട് സംസാരിക്കാൻ സമയമുണ്ടോ? ഈ ലോകം മുഴുവൻ കറങ്ങാൻ നിങ്ങൾക്ക് സമയമുണ്ട്. കൂട്ടുകാരെ ഒരു ദിവസം 3 നേരം മരുന്ന് പോലെയാ വിളിക്കുന്നത്. ഒരു സമയക്കുറവില്ല. എന്നാ അത്യാവശ്യപ്പെട്ടൊന്ന് വാഷ്റൂമിനകത്തൊന്ന് കയറാന്ന് വെച്ചാ അതിന്റെ അകത്തും കൂട്ടോ ഈ കുന്തമായിട്ട് അവിടെ വെക്കാനല്ല ഞാൻ പറഞ്ഞത്. വിശ്വാസമായി പോയി. അല്ലാതെ ഞാൻ അതിനകത്ത് ക്യാമറ വെച്ചേനെ. സ്വസ്ഥമായിട്ടൊരു സ്ഥലം ഞാൻ കണ്ടുപിടിച്ചതാണ് വാഷ്റൂം. ഇനി നീ അതിനകത്തോണ്ട് ക്യാമറ വെക്കോ? ഈ പോക്ക് പോയാൽ ഞാൻ അത് ചെയ്യും. എന്തൊരവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെ പാസ്റ്ററോടും കള്ളം പറഞ്ഞിങ്ങനെ നടക്കുക. നിങ്ങൾ മാനസാന്തരപ്പെടുവോ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. കർത്താവ് വരാറായി കേട്ടോ. കർത്താവ് വരുമ്പോഴും നിങ്ങൾ തോണ്ടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. കർത്താവ് വരുന്നു വരുന്നു എന്ന് പറഞ്ഞാൽ കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. പാസ്റ്റർ എന്നും ആശീർവാദം പറയുമ്പോ ഞാന് കർത്താവെ അങ്ങ് വരണമെന്ന് പറയും. ഞാൻ അതിന്റെ കൂട്ടത്തിൽ കർത്താവെ വേഗം വരണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് നാളുകളായി. ഇപ്പൊ ഞാൻ ആ വേഗത്തിന്റെ ഇന്റൻസിറ്റി കൂട്ടി വേഗം വേഗം വേഗമെന്നാക്കി. എന്നിട്ടും കർത്താവ് ഇതുവരെ വന്നില്ലല്ലോ. അതെങ്ങനെയാ? ഇങ്ങനെ തൂണ് പോലെ ഇരുന്ന് നേരം വെളുക്കുമ്പോ തോണ്ടലോട് തോണ്ടല്ല. നിങ്ങൾ മാനസാന്തരപ്പെടാതെ എങ്ങനെ കർത്താവ് വരുന്നത്? എനിക്ക് അതെ, ഒന്നാമത്തെ കാര്യമുണ്ട്. പാസ്റ്റർ പറഞ്ഞിട്ടുണ്ട് രാവിലെ വഴക്കൊന്ന് പിടിച്ചിട്ട് ആരാധനയ്ക്ക് വരും. ഞാൻ പോവാ, എനിക്ക് സമയമില്ല കേട്ടോ. ഇത് നിങ്ങളുടെയാണ്. അതുകൊണ്ട് പോവാ. അപ്പൊ എങ്ങനെയാ ചായയുടെ എങ്ങനെയാ? ചായ എങ്ങനെയാ ഞാൻ ഇടണോ അതോ? എന്തിനാ നീ ഇങ്ങനെ പോകുന്നത് പ്രാർത്ഥിക്കാനായിട്ട്? വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും മതി. നിനക്ക് വീട്ടിലെ ഒരു കാര്യം നോക്കാൻ പറ്റത്തില്ലല്ലോ. എനിക്കൊരു ചായ ഇട്ട് തരാൻ പറ്റത്തില്ല. ഞാൻ പറയുന്നത് കേക്ക്. ഈ ഇവിടെ തന്നെയാണ് സ്വർഗവും നരകവും. നമ്മള് സ്വർഗത്തിൽ പോകാനല്ലേ പ്രാർത്ഥിക്കുന്നത്. 3 പേരും ഇവിടെ തന്നെയാണ് ഈ സ്വർഗവും നരകവും. മനസ്സിലായി? എന്റെ പൊന്നു കർത്താവേ, രാവിലെ ഇന്നും പാപം ഞാൻ ചെയ്തല്ലോ കർത്താവേ. മനസ്സിലായി? ഇങ്ങോട്ട് നോക്കെ. പണം ഉണ്ടെങ്കിൽ ഇവിടെ സ്വർഗം, പണമില്ലെങ്കിലോ ഇവിടെ നരകം. മനസ്സിലായി? ഇപ്പൊ എന്നാ പ്രശ്നം? ചായ ഇട്ട് തരണം. ചായ ഇട്ട് തന്നേക്കാം. അല്ലെങ്കിൽ പിന്നെ ഇന്നത്തെ ആരാധനയും കൊള്ളാം. ഫോണും എടുത്തോണ്ട് പോകുന്നു. നീ എന്നോടൊന്നും പറഞ്ഞേക്കല്ലേ, ഞാൻ ചായ ഇടുവേ. ചായ എപ്പൊടി ഏതാ, കായപ്പൊടി ഏതാ, കാപ്പിപ്പൊടി ഏതാ, അലുവ ഏതാ, ഉലുവ ഏതാന്ന് അറിയാത്ത മനുഷ്യനാ. ചായ അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. ഇനി എന്നോടൊന്നും പറഞ്ഞേക്കല്ലേ, ഞാൻ പോവാ കേട്ടോ. കൊച്ചേ വാ. ഫോൺ എടുത്തോണ്ട് പോയിരിക്കുന്നു. അല്ല പിന്നെ ഒരു സമാധാനം. എന്താ ചീവിട് പോലല്ലേ സംസാരിക്കുന്നത്? അതാ പേര് പോലെ തന്നെ എലി നടക്കുന്നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് ഓടും. രാവിലെ ഞായറാഴ്ച ആയിക്കൊണ്ട് മനുഷ്യന് സ്വസ്ഥമായിട്ടിരിക്കാൻ നോക്കുമ്പോഴാ ഇപ്പൊ ഒരു സമാധാനമായി, സ്വസ്ഥതയും. എന്താ വന്നിരുന്നില്ല കൈക്കോ കഴപ്പോ? ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ
അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. സീൻ 2. ഹലോ ഹലോ ഹലോ, അയ്യോ, ഇതെവിടെ? ഞാൻ എവിടെയാ? എവിടെയാണ് ഞാൻ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ ഇരുന്ന സ്ഥലം, എന്റെ ഫോൺ, ഞാൻ ഇരുന്ന കസേര, ഇതൊന്നും എനിക്ക് കാണുന്നില്ല. ഞാൻ എവിടെയാണ്? ആരെയും കാണുന്നില്ലല്ലോ. ആരെയും കാണുന്നില്ലല്ലോ. എവിടെയാ സ്ഥലം? ഞാൻ എങ്ങനെ ഇവിടെ എത്തി? ഇത് പോളല്ലേ? പോളെ? അതെ. അച്ഛൻ ഇവിടെ? അച്ഛൻ എന്ത് പറ്റി? എങ്ങനെ ഇവിടെ വന്നു? ഓ, ഒന്നും പറയണ്ട പോളെ. ഞാൻ രാവിലെ റീൽസ് കണ്ടോണ്ടിരിക്കുക, മൊബൈൽ. വളരെ എൻജോയ്മെന്റ്. അവള് പള്ളി പോകാൻ വിളിച്ചെന്നെ. ഞാൻ അവളോട് പറഞ്ഞു, നീ പൊയ്ക്കോ, ഞാൻ വരുന്നില്ല. പക്ഷേ അല്പസമയത്തിനകത്ത് ഞാൻ എങ്ങനെയോ ഇവിടെ എത്തി. എനിക്കറിയത്തില്ല ഇതേതാ സ്ഥലമെന്ന്. എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഇരുന്ന കസേര കാണുന്നില്ല, വീടിന്റെ സിറ്റിംഗ് റൂം കാണുന്നില്ല, എൻ്റെ ഫോൺ കാണുന്നില്ല. എനിക്കറിയത്തില്ല എന്താന്ന്. പോളെ, ഇതേതാ സ്ഥലം പോളെ? വല്ല ഐഡിയ ഉണ്ടോ ഇതേതാ സ്ഥലം? അച്ഛാ, അതാ ഞാനും ആലോചിക്കുന്നത്. ഒരു പിടിയും കിട്ടുന്നില്ല, ആരെയും കാണുന്നില്ല, ഒരു പരിചയമില്ലാത്ത സ്ഥലം. എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോ ഭൂമിയിലൊന്നും അല്ല, നമ്മള് ഒഴുകി നടക്കുന്ന പോലൊക്കെ തോന്നുന്നു. നമ്മള് പ്രസംഗത്തിലൊക്കെ കേട്ടിട്ടില്ലേ സ്വർഗാദി സ്ഥലങ്ങൾ എന്നൊക്കെ? അതുപോലെ ഏതോ ഒരു സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അച്ഛൻ എങ്ങനെ ഇവിടെ വന്നേ? എന്തു പറ്റി? ഓ, ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയത്തില്ല. ഞാൻ ഒരു ചെറിയൊരു മയക്കം പോലെ, എനിക്ക് അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ പെട്ടെന്ന് ഇവിടെ എത്തി. അങ്ങനെ അപ്പൊ പോള് പറഞ്ഞ പോലെ ഇതാണോ സ്വർഗം? അച്ഛാ, അതാന്നാ തോന്നുന്നേ. നമുക്കൊന്ന് നോക്കാം. ആരെയും കാണുന്നില്ലല്ലോ പോളെ. നമുക്കൊന്ന് നോക്കാം. അതെ, ഒരാൾ അവിടെ നിൽക്കുന്നു, നമുക്ക് ചോദിച്ചാലോ? ചോദിക്കാം. മാഷേ, ഇതേതാ സ്ഥലം? ഇവിടെ എന്താ നടക്കുന്നത്? ഓ അച്ഛാ, ഇതാ സ്വർഗത്തിന്റെ വാതിൽ. നമുക്കിവിടെ ആരാധിക്കാം. നമുക്ക് ഇങ്ങോട്ട് കയറിയാലോ? ഓ, ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ പോളെ നാട്ടിലും. ഇതൊക്കെ തന്നെയായിരുന്നു. ഈ പ്രാർത്ഥിച്ച് ഞാൻ ഒരു വഴിയെ ഉള്ള കാര്യം പറയാം. ഇതൊക്കെ തന്നെ. ഇനിയിപ്പോ നമ്മൾ ഇവിടോട്ട് വന്നു, നമുക്ക് വീണ്ടും ഇനി അങ്ങോട്ട് തന്നെ പോകണം. നമുക്ക് ഇവിടൊക്കെ ഒന്ന് നോക്കാം. ഇത് വേറെ എന്തെങ്കിലും സ്ഥലമുണ്ടോ? ഒന്ന് നോക്ക്. എന്തായാലും വന്നതല്ലേ, നമുക്കൊന്ന് നോക്കാം. ഓക്കെ. ഓ, ദേ അവിടെ ഒരു സ്ഥലം. അതെന്താ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? നോക്ക്. അത് അവിടെ നരകം എഴുതിയിരിക്കുന്നത്. നരകം? നല്ല പുക വരുന്നുണ്ടല്ലോ. നരകത്തിൽ പിന്നെ തീയും പുകയല്ലേ ഉണ്ടാകത്തുള്ളൂ? അല്ല, ആ പുകയല്ല. ദേ ഒന്ന് മണത്തു നോക്ക്. നല്ല ഇറച്ചി ചൂടുന്ന മണം. എനിക്ക് തോന്നുന്നു ബാർബിക്യൂ ഉണ്ടാക്കും അവിടെ. ബാർബിക്യൂ നരകത്തിലോ? അച്ഛൻ എന്തായി പറയുന്നേ? നമുക്ക് അങ്ങോട്ടൊന്നും പോകണ്ട, നമുക്ക് ഇങ്ങോട്ട് പോയാൽ മതി. അല്ല, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. എന്തോ ഇവിടെ വരെ വന്നതല്ലേ. എന്നാ പോയിട്ട് വാ, അച്ഛൻ പോയിട്ട് വാ. ഞാനേ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. പോൾ ഇവിടെ തന്നെ നിൽക്കണം. തിരിച്ചു വരും കേട്ടോ. തിരിച്ചു വരണം കേട്ടോ. ഓക്കെ. പ്രിയമുള്ളവരെ, പോളിന്റെ കാത്തിരിപ്പിന് പ്രയോജനമുണ്ടാകുമോ? അച്ചായൻ നരകത്തിന്റെ മായിക ലോകത്തിൽ വീണു പോകുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. എന്നെ അറിയാം. യാത്ര ഇച്ചിരി
ഒരു എന്തോ ഞാൻ അല്ല, ഇത് നരകം തന്നെയാണോ? ഇത് നരകമാണോ? അടിപൊളി സെറ്റപ്പ്, അടിപൊളി. ഞാൻ അവിടെ പോൾ എന്നെ വിളിച്ചത് സ്വർഗത്തിൽ പോ. ഇതെന്തൊരു നല്ല സ്ഥലം. ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ, ഡാൻസും എല്ലാം. എന്നാ അതായിക്കോട്ടെ, ലാസ്റ്റിൽ പറഞ്ഞു ഫലൂഡ. ഓക്കെ. ഇവിടെ ഞാൻ കേട്ടത് ഇങ്ങനൊന്നും അല്ലല്ലോ. ഇവിടെ ഞാൻ കേട്ടതേ തീയുണ്ട്, പുകയുണ്ട്. ലൂസി, ഒരു മഷ്റൂം സൂപ്പും മട്ടൻ ബിരിയാണിയും കൂടെ എടുക്കട്ടെ? ഓക്കെ ഓക്കെ. മോനെ രണ്ടെണ്ണം എടുത്തോണേ, കാരണം എൻ്റെ കൂട്ടുകാരനുണ്ട്. അവൻ എൻ്റെ കൂട്ടുകാരനുണ്ടേ. 13 നമ്പർസല്ലോ. ഞാൻ പറഞ്ഞില്ലേ അവിടെ മട്ടൻ ബിരിയാണി മതി, മട്ടൻ ബിരിയാണി. മട്ടൻ ബിരിയാണി കൊടുത്തേ, നോ പ്രോബ്ലം. ഓക്കേ. പിന്നെ ഈ വരുന്ന വെള്ളിയാഴ്ച നമ്മുടെ ഡാൻസ് പാർട്ടി ഉണ്ട്. അന്നേരം മെനു സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കേ. വേണമെങ്കിൽ ബീഫും പൊറോട്ടയും കൊടുത്തു. ഓക്കേ. നമുക്കൊരു പോത്ത് സെറ്റായി വരുന്നുണ്ട്. ഓക്കേ 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 ഓക്കേ. ലൂസി, ലൂസി, സ്പൈസി സ്പൈസി. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ അറബിയും പറയുമോ? ലൂസി, നല്ല പേര്, അടിപൊളി പേര്. ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്നേ ഇവിടെ വന്നേനെ. മനസ്സിലായി? നേരത്തെ ഞാൻ വന്നേനെ. പിന്നെ ഞാനേ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഒരു യൂട്യൂബ് ചാനലിനെ കുറിച്ച് ആലോചിക്കായിരുന്നു. ഇതൊക്കെ ഞാൻ യൂട്യൂബ് ചാനലിലിട്ട് ജനങ്ങളെ ഒന്ന് അറിയിച്ചു തരും. ഈ നമുക്ക് കിട്ടുന്നത് കഷ്ടപ്പാടും ദുരിതവും തീയും പുകയും ഒക്കെ ഗന്ധവും ഒക്കെ എന്നാ പറയുന്നത്. ഇതെന്തൊരു സെറ്റപ്പാ ഇവിടെ. ടൂറോ? അവിടെ സ്വർഗത്തിൽ പോയിട്ട് എന്നെ കാണാനാണ്. ഒരു കാര്യം ചെയ്യ്, ഞാൻ മറ്റേ നമ്മുടെ ലഗ്യോനെ വിടാം. അവനൊരു 6000 ബൈക്കുമായിട്ട് അങ്ങോട്ട് വരും. നിങ്ങളുടെ ബൈക്കോട്ട് നോക്കും. ബൈക്ക് ഞാൻ ഓടിക്കും. ഞാൻ ഓടിക്കാം. പിന്നെ നമ്മുടെ ഹാലോവിന് ഒരു 2 മാസം കഴിയുന്ന ഒരു ഹാലോവിനാ. നമുക്ക് അടുത്ത വർഷത്തേക്കാൾ സെറ്റപ്പ് ആക്കണം. ഹാലോവിനൊന്ന് ഓടിക്കണം. നമുക്ക് യൂത്തിന് യോയോയെ എല്ലാം കിട്ടുന്ന ഒരു സമയമാണ് കേട്ടോ. ഓക്കെ, എന്നിട്ട് വിളിച്ചാൽ മതി. ഓക്കെ. ഹാലോവിനൊന്നും കാണരുതെന്നാണ് നമ്മളെ പഠിപ്പിച്ചേക്കുന്നത്. ഞാനേ പോയിട്ട് അവനെ കൂട്ടുകാരനെ അവനെ വിളിച്ചോ. പോള്. പോളിൻ്റെ ഞാൻ കുറെ സംസാരിച്ചു. എന്തോ ആയാലും നമ്മളിവിടെ എത്തി. ഞാൻ പോളിനോട് പറഞ്ഞു, പോളെ വാ എൻ്റെ കൂടെ. പോള് പറയുന്നത് പോളിന് പ്രാർത്ഥന മതിയെന്ന്. പ്രാർത്ഥന പ്രാർത്ഥന പ്രാർത്ഥന, ഇത് തന്നെ. മനസ്സിലായി? അതുകൊണ്ട് ഞാൻ പോയിട്ട് വരാം. മന്തിയോ? ഞാൻ പോയിട്ട് വരാം കേട്ടോ. വരാം പോയിട്ട് വരാം. പിന്നെ മറക്കല്ലേ, സ്പൈസി വേണേ കേട്ടോ. പ്രിയമുള്ളവരെ, ലൂസിയുടെ മോഹന വാഗ്ദാനങ്ങളിൽ അച്ചായൻ വീണു പോകുമോ? പോളും അതിൽ അകപ്പെട്ടു പോകുമോ? അതോ പോൾ അച്ചായനെ തിരിച്ചു പിടിക്കുമോ? Just wait and see. പോളെ, അച്ഛാ, ഞാനിവിടെ പോയി. പോളെ എവിടെ? നരകത്തിലോ? പോളെ, എന്തോ ഒരു സെറ്റപ്പാന്നറിയാം അവിടെ. മനസ്സിലായി? അവിടെ ഞാൻ പറഞ്ഞില്ലയോ, ആ കാണുന്ന പോഹ ബാർബിക്യൂ ഉണ്ടാക്കും അവര്. പിന്നെ ഞാൻ ചെന്നുടനെ എനിക്ക് ജ്യൂസ് വേണോ, എന്തൊക്കെയോ എന്തെല്ലാം തരത്തിലുള്ള ജ്യൂസ്. അവസാനം എനിക്ക് വായിക്കൊള്ളാത്ത ഒരു സാധനം പുതിയ ആണെന്നുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞിട്ടാ പോയിരിക്കും. 2 ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മനസ്സിലായി? പിന്നെ ഇന്ന് ടൂറ് പോകുന്നുണ്ട്. ടൂറ് നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരുമിച്ച് ടൂറിന് പോവാം. മനസ്സിലായി? അച്ഛാ, ഇതെല്ലാം അവരുടെ ഓരോ തന്ത്രങ്ങളായിരിക്കും. നമ്മൾ അതിനകത്തൊന്നും വീണു പോകരുത്. നമുക്ക് ഇങ്ങോട്ട് സ്വർഗത്തിലേക്ക് ആരാധിക്കുന്നതല്ലേ നല്ലത്. എൻ്റെ പോളെ, എന്തായാലും ഇത്രയും സ്നേഹമുള്ള ആൾക്കാരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല.
കുടുംബത്തിൽ പോലും ഉണ്ടോ, നാട്ടിലും ഉണ്ടോ എന്ന് എനിക്ക്, ഭൂമിയിലും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ എന്തോ ആയാലും ഇവിടെ മരിച്ചു വന്നു. ഇനിയെങ്കിലും നമുക്ക് തിരിച്ച് ആ പോയ സിറ്റുവേഷനിൽ കൂടെ തന്നെ പോകണോ? അച്ചായന് ദൈവം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അച്ചായന് ദൈവം ഒരവസരം കൂടെ തന്നിരിക്കുക. ഈ അവസരം പാഴാക്കി കളയാം. എൻ്റെ പോളെ ഇങ്ങനെ എന്നെ പിന്തിരിപ്പിക്കരുത് പോളെ. ഞാൻ എന്തായാലും അവിടെ എനിക്ക് ബൈക്കുണ്ട്, ഏതിന് വേണം ചോദിക്കാത്ത താമസമേ ഉള്ളൂ. ഞാൻ തിരിച്ച് പോളിനെ കൂട്ടി ചെല്ലാമെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഇതെന്തുവാ ഇവിടെ എന്തുവാ എൻ്റെ പോളെ? ഈ പ്രാർത്ഥന ഈ കൈയടിച്ച് പ്രാർത്ഥിച്ച് അയ്യോ പോളെ ഒന്നുകൂടെ ആലോചിക്കേ. അച്ഛാ, ഞാനൊരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞു. ഞാൻ സ്വർഗത്തിലേക്ക് പോകാനുള്ള തീരുമാനത്തിൽ. പോളെ ഒന്നുകൂടെ ആലോചിച്ചിട്ടെ പോരുത് പോളെ. ഞാൻ എന്തായാലും അങ്ങോട്ട് പോവാം. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അവൻ അവരോടുകൂടെ വസിക്കും. അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചുകളയും. മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു. ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ഓളിനെ കിട്ടിയില്ല. ഞാൻ പലവട്ടം പുള്ളിക്ക് ആ പ്രാർത്ഥന തന്നെ മതി. ഞാൻ ഒത്തിരി ട്രൈ ചെയ്തു, മനസ്സിലായി. പോള് വരുന്നില്ല. ഞാൻ പറഞ്ഞു എന്തായാലും പുതിയൊരു ജീവിതമാണ്. നമ്മൾ മരിച്ചു, ഇനി അങ്ങോട്ട് പോരുത്. ഞാൻ ഇവിടുത്തെ എല്ലാ സെറ്റപ്പും പറഞ്ഞു. ഇല്ല, പോള് വീഴുന്നില്ല, മനസ്സിലായി. ഞാനൊക്കെ പറഞ്ഞതേ കിട്ടിയില്ല. അപ്പോഴത്തേക്ക് സ്വർഗത്തിലേക്ക് വാതിൽ തുറന്ന് ദൂതം കൊണ്ടുപോയി, മനസ്സിലായി. പിന്നെ ഞാൻ കുടിക്കാന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, കുടിക്കാനുള്ളത് ആയിരുന്നു. ഭയങ്കര ക്ഷീണം, ഭൂമിയിൽ നിന്ന് വന്നതല്ലേ. കുടിക്കാൻ വേണോ? അയ്യോ 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 ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. അയ്യോ ടൂർ എന്റെ മുണ്ട് ആയോ, എന്റെ മുണ്ട് തീയാണേ പോയാണ്. അയ്യോ എന്നെ അടുപ്പിലിടരുത്. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ബോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലുമത്രേ. അയ്യോ 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 തീയാണേ പോയാണേ. അയ്യോ അയ്യോ എന്റെ മുണ്ട്. അയ്യോ 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 എന്റെ മുണ്ട്. അയ്യോ തീയെ അടുപ്പിലിടല്ലേ മന്തിയിലിടല്ലേ. അയ്യോ തീയാണേ പോയാണേ. അയ്യോ അയ്യോ ലൂസി പോടാ. അയ്യോ 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 അച്ചായോ അയ്യോ അയ്യോ അയ്യോ. ഇതെന്ത്? ഏത് തീ, ഏത് പുക? മുണ്ടിവിടെ ഉണ്ടല്ലോ. രാവിലെ ഞാൻ ചായ വെച്ച ചായ അല്ലേ കുടിച്ചത്? എന്റെ ദൈവമേ, വെല്ലുമച്ചയ്ക്ക് വെച്ച കഷായം എടുത്ത് കുടിച്ചോ? എന്തോ എന്നാ പറ്റി നിങ്ങക്ക്? ആരുടെ തലക്കടി കിട്ടിയോ? അതൊന്നും പറയണ്ടത്. ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോൾ ഓർത്ത പേഴ്സ് എടുക്കുന്ന കാര്യം മറന്നുപോയി. കൊച്ചിനെ അവിടെ നിർത്തിയിട്ട് വന്നു. അമ്മ തീയെ പോകേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോ പോളിന്റെ കാര്യം. ആരാത്? ഏത് പോള്? എന്നാ പറ്റി? നിങ്ങൾ വല്ല സ്വപ്നം കണ്ടോ? അതെ, ഞാൻ നിങ്ങളോട് എപ്പോഴും പറയും, ഇത് തോണ്ടി 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 ഇരിക്കാതെ പ്രാർത്ഥിക്കണോന്ന്. നിങ്ങൾക്ക് വല്ല ബാധം കയറിയോ?
ആരാധന ഉപേക്ഷ വിചാരിക്കരുത്. കറക്റ്റ് സമയത്തിന് പോകണം പള്ളിയിൽ. ഇതിപ്പോ വാദി പ്രതിയായല്ലോ. ലോകത്തിന്റെ മോഹത്തിലൊന്നും നടക്കരുത്. ഞായറാഴ്ച രാവിലെ ഈ കുട്ടി അടുക്കളയിൽ ചുറ്റിത്തിരി വന്നു. ഇവരെന്താ സമയത്രായി? ആണോ? ഞാൻ പാസ്റ്റർ ഇത് ഞാൻ എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. മൊബൈൽ കാണുന്നില്ലല്ലോ. മൊബൈലൊക്കെ മാറ്റി വെക്കുന്ന ആദ്യമായിട്ടാണല്ലോ. പാസ്റ്ററേ, ഞാൻ വരുന്നുണ്ട് കേട്ടോ. ഒന്നും അറിയണ്ട, എനിക്ക് 10 മിനിറ്റ് സാക്ഷ്യത്തിന് സമയം തരും കേട്ടോ. പാസ്റ്ററേ, ഇങ്ങോട്ട് പോരാ. ഈ മുഴക്കത്തോടെ പ്രാർത്ഥിക്കണം. വർഷിപ്പ് ചെയ്യണം. 2 വാക്കുകൾ മേടിക്കണം. 2 വാക്ക്. മനസ്സിലായോ? ഞാൻ പറഞ്ഞത് പറ. ഞാൻ അടുത്ത ആക്ഷൻ കൊണ്ടെടുത്തു. എന്റെ കർത്താവേ, ഇതെന്തോന്നത്? ഇത് പെട്ടെന്ന് നീ എന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഞാൻ കരുതിയില്ല. അല്ല, ശരിക്കും ചായ തന്നെയല്ലേ കുടിച്ചത്? എന്തോ പറ്റിയല്ലോ ഇത്. രമേ, ഇതിലും ഭേദം എന്റെ റീൽസ് ചായം തന്നെയായിരുന്നു. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ മാനസാന്തരപ്പെട്ടോ? എന്ത് മനസ്സാന്തരപ്പെടാൻ? ഞാൻ ഓൾറെഡി മനസ്സാന്തരപ്പെട്ടു. എന്റെ പൊന്നു, ഫോൺ വേണ്ട. ഫോണിലൊന്നും ഇനി ബൈബിള് തന്നെ കൊണ്ടുപോകണം. ഫോണിലൊന്നും ബൈബിള് നോക്കരുത്. എടുക്ക് ബൈബിൾ. എന്റെ കർത്താവേ, നീ എത്ര പെട്ടെന്ന് നീ എന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഇത് ഒരു വല്ലാത്ത മാനസാന്തരമായി പോയല്ലോ. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ.